മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവമാനവേദികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവമാനവേദികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ. ഒരു പുൽക്കുടി തേടി ദേവസുരനെ തേടി കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ വരും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ വരും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. അടിപൊളി അടിപൊളി ഗംഭീരായിരുന്നു. പൊളിച്ച് പൊളിച്ച് അടിപൊളി പാട്ട്, തകർത്ത് തകർത്ത്. എനിക്ക് എന്തോ വേറെ ഒരു ഫീലിംഗ് ഇവിടെ അല്ല, അതിന്റെ അതൊക്കെ മേലെ തോന്നുന്നു. ന്യൂയോർക്കോ ലണ്ടൻ ഇന്റർനാഷണൽ ഫീലാ വന്നത്. സൂപ്പർ. ഈ ക്രിസ്മസ് ഓണം വെക്കുന്നതിന് മുമ്പേ നമ്മളിപ്പോ എല്ലാരും സ്നേഹത്തോടെ നിൽക്കുന്നെങ്കിലും നമുക്ക് ആ കരക്കാരൊക്കെ ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ രണ്ട് ഗസ്റ്റുകളെയൊക്കെ പ്രമാണികൾ, ഗസ്റ്റുകൾ നല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയ പ്രമാണികളെ നമുക്ക് സെന്ററിലൊക്കെ നിർത്തി നമുക്കൊന്ന് നിന്നാലോ? ഓക്കെ. നോബി സിംഗപ്പൂരിൽ എപ്പാണ് എത്തിയത്? ഞാനും സൂസിയും കൂടി രാവിലെ എത്തി. ഇത് സിംഗപ്പൂർ അല്ല കേട്ടോ. ഇതെന്താന്നറിയാമോ, പണ്ടൊരു 8-10 വയസ്സാകുമ്പോ പിള്ളേരെ ഒരുക്കി കല്യാണത്തിനുണ്ടോ. എടാ തിരിഞ്ഞൊന്ന് നിന്ന് കഴിഞ്ഞാൽ 620 വരെ മെത്ത എന്നേ വിചാരിക്കുമല്ലോ. ഇതൊക്കെ പറയുമ്പോ ഒരു കാര്യം പറയണ്ടേ, നമ്മുടെ കോയർ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതിരിക്കുന്നു. മൈക്ക് പിടിച്ച ഒരാളെ കണ്ടോണ്ട് ഞാൻ അദ്ദേഹത്തിന് ഫ്രണ്ടിലേക്ക് വിളിക്കാണ്. യെസ്, പേരെന്നാ? ബിൻഹ റോസ്. ആ ചോദിക്കണ്ട, യമഹ എന്നൊക്കെ പറഞ്ഞു കൊള്ളാം അല്ലേ? അയ്യോ ഇത് കേട്ടില്ലായിരുന്നോ? ഇല്ല. അവിടെ പറഞ്ഞതാ, എവിടെ പറഞ്ഞതാ? ബിൻഹാർ റോസ്. അപ്പൊ അതെന്താ ബീഹാർ റോസ് എന്ന് പേരിട്ടുണ്ട്?
പക്ഷെ ക്രിസ്മസിന് പറ്റുന്ന ഒരു സാധനമാണ് അതെ, അതെ, അതല്ല ആ. ഡിസംബർ മാസത്തിൽ കുഴപ്പമില്ല കുഴപ്പമില്ല. ആ മഞ്ഞിലൂടെ അലിഞ്ഞങ്ങ് പോയി. അല്ല, ക്രിസ്മസ് ഒന്നും വേണ്ട, എല്ലാ ദിവസവും ഇവൾക്ക് ക്രിസ്മസ് ആണ്. ഏത് ചേർച്ചാണ്? ഞങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻസ് കാരോൾസ് എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? ഞങ്ങൾ തോപ്പുംപടി. നിങ്ങൾ ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടായിരിക്കും അല്ലേ? പോവാറുണ്ട്. അടിപൊളി. ഏതാണ് മെയിൻ? ഓട്ടോ ചാട്ടോ? അല്ല, കാരൽ സിംഗിങ് ഈ ക്രിസ്മസ് ഒന്നും കൂടെ നമുക്ക് വൈബ് ആക്കണമെങ്കിൽ സാധാരണ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മധുരം കൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ. എന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഇച്ചിരി സ്നേഹം സ്പ്രെഡ് ചെയ്യാനും മധുരം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു ചീഫ് ഗസ്റ്റിനെ കൂടെ സ്വാഗതം ചെയ്യാലോ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫാദർ ജോസഫ് പുത്തമ്പുരക്കൽ. ഏന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ? നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ. നമസ്കാരം അച്ഛ ആൻഡ് മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ് അച്ചോ. സെയിം ടു യു. എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇന്ന് ക്രിസ്മസ് ആണ്, അതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ആ കൂട്ടത്തില് ഞാനും ഇങ്ങനെ നിങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അച്ഛനെ നേരിട്ട് ഇന്ന് ആദ്യമായിട്ടോ കാണുന്നേ. അല്ലെങ്കിൽ ഫുള്ള് സോഷ്യൽ മീഡിയ കൂടെ ഇരുന്ന് കണ്ട് ലൈക്ക് അടിച്ച് ഷെയറും ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അച്ഛനെ നന്നായി ക്ലോസ് ആയിട്ട് നമ്മള് ഫോണിലെല്ലാം കോണ്ടാക്ട്. അപ്പൊ നിങ്ങളെ രണ്ടുപേരും കുടുംബത്തിൽ പ്രശ്നമാണെന്ന് തോന്നണല്ലോ. കുടുംബ പ്രശ്നം നമുക്ക് എന്തായാലും തീർക്കണം. അതിനൊന്നും നമ്മുടെ കുടുംബത്തിനെ പറ്റിയല്ല സംസാരിക്കാം. പിന്നെ ഞങ്ങളെ കുടുംബത്തിനെ പറ്റി. നീ എന്തിനാ മുമ്പ് നമ്പർ മേടിച്ചേ? ഇല്ല, ഞാൻ മേടിക്കണം. ശരി അച്ഛോ, അപ്പൊ നമ്മുടെ കൊയർ ടീമിനെയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും എന്നാ നമുക്ക് അവർക്കൊരു സ്നേഹ സമ്മാനമൊക്കെ നൽകി കേക്ക് ഒക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെയല്ലോ ക്രിസ്മസിന്റെ തുടക്കം എന്ന് പറയുന്നത്. മുറിക്കാം, കേക്ക് ശരി, മുറിക്കാം, മുറിക്കാം. അടിപൊളി അടിപൊളി. ഞാനൊരു കാര്യം ചെയ്യാം ഷാൻ ചേട്ടാ, ദൈവത്തെ ഓർത്ത് ക്യാമറ ഉണ്ട്, ദാ ഇങ്ങനെ പൊട്ടിക്കില്ല. അച്ഛോ താരകം കൺതുറന്നു മണ്ണിൽ സമാധാന പാലകരാമുണ്ണി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു. ആകാശമേഘങ്ങൾ കൽപ്പിച്ചൊരു ആനന്ദഗാനമായി മാലാഖമാർ വന്നു തൂകുന്നു, സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു. കാറ്റിന്റെ കിന്നരം മേട്ടുന്നു നിന്നോട് നിത്യവിശുദ്ധഗീതം. സെന്റ് സെബാസ്റ്റ്യൻ കാരൽസിന്റെ ഒരു ടീം മെമ്പറും കൂടെ ഒന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. ഹലോ, പേര്? ലിൻറ്റൺ. ലിൻറ്റൺ. ഓൾറൈറ്റ്. അപ്പൊ എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ കൊയർ ടീമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു? ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളവർ. ആഹാ. ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങള് കാരൽസിലും പല കോമ്പറ്റീഷൻസിനും പങ്കെടുക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങള് പല മത്സരങ്ങളിലും ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ഈ വേദിയിൽ വന്ന് നമ്മളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും വി ആർ വെരി എക്സൈറ്റഡ്. മെരി ക്രിസ്മസ് വൺസ് അഗൈൻ. താങ്ക് യു. ഇത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷാഹുൽ ആൻഡ് ടീമാണ്. അപ്പം ഷാഹുലിനും നല്ലൊരു കൈയിരിക്കുക. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അച്ഛോ, ഞാൻ നോർമലി അച്ഛന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുടുംബ പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സർക്കാസ്റ്റിക്കലി നമ്മളെടുത്ത് അത് പറഞ്ഞു തരുന്ന ഒരു അച്ഛനാണ് നമ്മുടെ ഈ അച്ഛൻ. സർക്കാസ്റ്റിക്കലിയും റിയലിസ്റ്റിക് ആയിട്ട്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് അച്ഛനെ കിട്ടിയ സ്ഥിതിക്ക് പെട്ടെന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് 2 കരക്കാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമുക്കൊന്ന് കുടുംബക്കാരാക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് അച്ഛനിൽ ത്രൂ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിൽ ഞാൻ ഇവരെയൊക്കെ ഓരോ ഭാര്യ ഭർത്താക്കന്മാരാക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കട്ടെ. അഖിലേ? ഓഫ് കോഴ്സ്. അഖിലിന്റെ ഭാര്യ എന്ന് പറയുന്നത് ശ്രീവിദ്യ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാൻ നന്നായിട്ട് അഭിനയിക്കും. നിങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പൊ എന്നാ പറയാ? അത് പരാതി നീ പറയുന്നോ ഞാൻ പറയാം. അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. നമ്മള് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പ്രേമിക്കുമ്പോ എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുപോവാ, അതൊക്കെ പോട്ടെ, പക്ഷെ സ്നേഹിക്കണ്ടേ? നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോ നമുക്കൊരു വിചാരമുണ്ട്, സ്നേഹം തരൂല. സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണോ വിഷയം? സ്നേഹിക്കുന്നില്ല, കെയറിങ് ഇല്ല, ഒന്നുമില്ല. എനിക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി തരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലും ചെയ്യാം. വേറെ ഒന്നും അല്ല വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് 3 നമുക്ക് ഉപ്പുമാവ് വാരി കൊടുത്ത് പേരിൽ കഴിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ സീരിയസ് ആയിട്ട് അന്ന്, എന്നിട്ട് ഞാനിത് ഓഫീസിൽ ഞാനൊരു ടെക്കിയാണ്, ടെക്നോ പാർക്കിൽ പോയി മറ്റേ കീബോർഡ് എടുത്ത് വെച്ച് അടിച്ചത് നാരങ്ങ വെച്ചിട്ടാണ്. മനസ്സിലാക്കണം. ടക്ക് അടിച്ചപ്പോ 3 നാരങ്ങ നീര് വന്ന ആ കീബോർഡ് എല്ലാം അവിടുന്ന് പറഞ്ഞു. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അപ്പം കൂടെ
എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചാൽ നേടാൻ പറ്റും. സ്ത്രീ സ്നേഹം പ്രകടിപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പുരുഷൻ സാധാരണ ഉള്ളിലൊതുക്കും, അകത്തൊണ്ടേലും അധികം പുറത്തോട്ട് കാണിക്കുകയില്ല. അത് ആണുങ്ങളുടെ നേച്ചറാണ്. അതുകൊണ്ട് പല കുടുംബങ്ങളിലും രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ഒരു ധാരണ വരുന്നു. പിന്നെ വന്നതിന് ശേഷമൊക്കെ ഒരു സ്ത്രീക്ക് ഊന്നൽ കൊടുത്ത് അവളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് അല്പം എൻകറേജ് ചെയ്യാമെങ്കിൽ ഈ വാട്ടമെല്ലാം അങ്ങ് പോവും. പക്ഷെ അത് കാണിക്കാത്തൊരു സ്നേഹക്കുറവെന്ന് ഓർക്കണ്ട, ഉള്ളിലുണ്ട്. അങ്ങനെ അങ്ങോട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. കുറെ നാൾ ജീവിച്ചു കഴിയുമ്പം 2 വർഷമല്ലേ ആയുള്ളൂ. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് സാവധാനം അങ്ങ് തിരിഞ്ഞു വരും നമുക്ക് ഓർക്കാം. അപ്പൊ നിങ്ങളുടെ കാര്യം സോട്ടായി. അച്ചോ, ഈ കുടുംബത്തിന്റെ കാര്യം കണ്ടില്ലേ? പാർട്ടിയുമായി നടക്കുന്ന ഭാര്യ, അതുപോലെ തന്നെ മദ്യപാനം ഉണ്ടെന്ന് എനിക്കറിയില്ല. പോലും കഴിക്കാത്ത അയ്യോ സത്യമായിട്ട് മദ്യപാനല്ല, ഇത് വെളിച്ചെണ്ണ അപ്പുറത്തെ വീട്ടിൽ ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ കണ്ടില്ലേ, വലിയൊരു ബിസിനസ്മാൻ ആണ്, കോടികൾ സമ്പാദിക്കുന്നത്. അതെ, ഭർത്താവിന് ഭയങ്കര സംശയരോഗമാണ് ഭാര്യ മേൽ, അല്ലെ? അത് സംശയമുണ്ട്. അങ്ങനെ വേണോ അച്ഛാ? നമുക്ക് ചെറിയ സംശയമുണ്ട്. അല്ല, എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ സംശയിച്ച എന്ത് ചെയ്യും? എന്തിനും സംശയമാണ്. എനിക്ക് സംശയമാണ്. ചേട്ടാ അറിയണം, അച്ഛൻ അറിയണം. ഞാൻ രാവിലെ ഒളിച്ചു നോക്കും. ഞാൻ ഒളിച്ചു നോക്കുമ്പോ ഒരു താടിക്കാരനുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ യേശുദാസിന്റെ പാട്ട് അല്ല അച്ഛാ, അത് പോട്ടെ, അത് ഞാൻ സമ്മതിക്കാം. ഒരു 8-8:30 കഴിയുമ്പം ഒരു ക്ലീൻ ഷേവ് അച്ഛനെ പോലെ ഇരിക്കുന്ന ഒരാളുമായിട്ട് ഷാരൂഖ് ഖാന്റെ വീഡിയോ കാണുമായിരുന്നു. ഞാനൊരു ഷാരൂഖ് ഖാൻ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് എന്നെ കുറ്റം പറയാം. എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും നമ്മൾ ഫുഡ് വെച്ചു കൊടുക്കും. ഞാൻ എന്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ കഴിക്കത്തില്ല. കുറ്റം പറയോ? കുറ്റം പറയും. എനിക്കിഷ്ടമല്ല. ഒരു ഭക്ഷണം കൊള്ളൂല. ഇവള് വെച്ച് തരുന്നു എന്ന് പറയുന്ന ഡൈനിങ് ടേബിളിൽ വെച്ച് വരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് തരുന്നത് അത് എങ്ങനെ വായിക്കുരുചായിട്ട് കഴിക്കാൻ പറ്റും? എല്ലാം ഓൺലൈനിൽ വഴി വായിക്കും, ഡൈനിങ് ടേബിൾ കൊണ്ട് നിർത്തി വെക്കും. എനിക്കിഷ്ടമല്ല ഓൺലൈൻ ഭക്ഷണം, എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ വെച്ചു തരുന്നില്ലേ? ഈ ദേശത്ത് 2 അടിച്ചിട്ട് എന്നെ അടിക്കാൻ വന്നാൽ അത് ഈ ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഭാര്യ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അയ്യോ, കയ്യിൽ തന്നെയാണ് ഞാൻ ആ പാക്കറ്റൊക്കെ പാത്രത്തിലൊക്കെ ആയിട്ട് സെർവ് ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കുമോ. ചമ്മന്തി ആണെങ്കിലും അരച്ചു കൊടുത്താൽ അത് ആണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പം അങ്ങനെ ഇതൊരു വിവാഹം ഒരു കലയാണ്. അപ്പം ഒരു നല്ലൊരു ആർട്ടാണ്. നോക്കിയും കണ്ടും ഭാര്യയുടെ ഇഷ്ടവും അനിഷ്ടവും കണ്ടറിഞ്ഞ് നമ്മൾ പെരുമാറുന്നു. ഭർത്താവിൻ്റെ അനിഷ്ടവും ഇഷ്ടവും കഴിഞ്ഞ് ഭാര്യ പെരുമാറുന്നു. അത് ഏതെങ്കിലും ഏകപക്ഷീയമായ പ്രശ്നമാണ്. 5ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടിരുന്നു. പിന്നെ പേരെന്നെ അവൻ പറഞ്ഞു മാത്യു കുരുവിള, വീട്ടുപേരന് കുരുവിപ്പിളാക്കൽ, സ്ഥലം എവിടെ? പൊൻകുന്നം, ജില്ല ഏതാ? കോട്ടയം. നിന്റെ അപ്പനിപ്പോൾ എന്നാ ചെയ്യുന്നു? അവൻ പറഞ്ഞു എൻ്റെ അമ്മ പറയുന്ന എല്ലാം ചെയ്യുന്നു. അച്ഛാ, ഇവരുടെ പ്രശ്നമൊക്കെ സോർട്ട് ചെയ്തു. ഒരാൾക്കൂടെ പ്രശ്നമുണ്ട്, ഒരു കുടുംബക്കാർക്കും. അല്ല, എനിക്കില്ല, ഞാൻ ഓർഫനാ, എനിക്ക് ആരുമില്ല ഈ കൂട്ടത്തില്. ഇവര് രണ്ടുപേരും ഇപ്പൊ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. മൂപ്പര് ഭയങ്കര ബിസി, ഞാനും ഭയങ്കര ബിസി. നമുക്ക് കുറച്ച് സമയം ഒന്ന് ചെലവാക്കാൻ മൂപ്പരോട് എപ്പോഴും പറയും. ഒന്ന് റൊമാൻറ്റിക് ഡേറ്റിന് കൊണ്ടുപോവോ, ഒന്ന് എവിടെയെങ്കിലും ഹോളിഡേക്ക് പോവോന്ന്. മൂപ്പര് എവിടെയും കൊണ്ടുപോകില്ല. വർക്ക് പൈസ അത് എന്തെങ്കിലും ചെയ്യോ? ഭയങ്കര സങ്കടമുണ്ട്. ഒരു സന്തോഷവും ഇല്ല. വെറുതെ ഇങ്ങനെ കാശ് മാത്രം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? നമുക്ക് റൊമാൻസ് വേണ്ടേ? റൊമാൻസ് വേണോ കാശ് വേണോ? റൊമാൻസും വേണം, കാശും വേണം, രണ്ടും വേണം. റൊമാൻസ് മാത്രമായിട്ട് നടന്നു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട്. കാശ് മാത്രം നോക്കി നടന്നാൽ കുടുംബജീവിതം നഷ്ടപ്പെടുന്നതിന്റെ അപകടം. അത് കലാപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റൊമാൻസ് കൊടുക്കുക, കുറച്ചിടയ്ക്ക് ജോലി ചെയ്യുക, ഒരുമിച്ച്. അതായത് ഭാര്യയ്ക്ക് മുറിവേക്കാത്ത വിധത്തിലുള്ള സ്നേഹം മുഴുവൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ എല്ലാം അങ്ങ് സഹിക്കും. അത് കിട്ടിയില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിഭവം വരിക. ഇപ്പം മുളകുറക്കാനുള്ളത് ഈ ഭർത്താവ് അറിഞ്ഞാലല്ലേ പൈസ ഉള്ളൂ, പൈസ ഉണ്ടല്ലേ റൊമാൻസ് ഉള്ളൂ. അപ്പം അതിനുവേണ്ടിയാണല്ലോ എന്നോർത്ത് ഒരു പരസ്പര ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാൽ മതി. ശരി അച്ഛൻ, ഒന്ന് മാറും. അപ്പൊ ചേട്ടനെ പൈസ എല്ലാം ഉണ്ടാക്കി വരണേ, നമുക്ക് റൊമാൻസ് ചെയ്യാം. അച്ഛോ, എനിക്ക് ശരിക്കും പറഞ്ഞ പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ വിങ്ങലുണ്ട് അച്ഛോ. അല്ല, സംഭവം എന്നാന്നറിയോ, ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാ. അപ്പൊ പ്രണയിച്ചപ്പോ ഞങ്ങൾ എങ്ങനെയാണോ എന്ന് പറയുന്ന പോലെ തന്നെയാ കല്യാണം കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെയാ പോകുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴേ നമ്മൾ കല്യാണം കഴിച്ചോ
3 വർഷമായി. പക്ഷെ കല്യാണം കഴിച്ചു എന്ന് തോന്നുന്നില്ല. പഴയ അതേപോലെ തന്നെ ആ കുട്ടിക്കളിയും തമാശയും സർപ്രൈസും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയൊക്കെ ആയിട്ടാ പോകുന്നത്. അതൊരു പ്രശ്നമാണോ? പ്രശ്നമൊന്നുമല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മലയാളികളുടെ ഭക്ഷണ സാധനമാണ്. കാച്ചിക്ക. കാച്ചിക്ക എന്ന് പറഞ്ഞാൽ കളി, ചിരി, കാര്യം. ഇത് മൂന്നും വേണം. കളി, ചിരി, കാര്യം. നല്ല രസം. ഓക്കെ. അപ്പൊ കറക്റ്റ് ആണ്. കാച്ചിക്ക പോലെയാണല്ലോ. അതെ. ഇപ്പൊ 3 വർഷം പോയത് അറിഞ്ഞില്ലല്ലോ. ഇല്ല. അല്ലെങ്കിൽ ഒരു 3 പതിറ്റാണ്ടിന്റെ ദൈർഘ്യം തോന്നിയത്. സ്നേഹമുള്ളതുകൊണ്ടാണ് സ്പീഡിൽ ഇങ്ങനെ കാലങ്ങളൊക്കെ. അപ്പൊ രോഹിത് ഒരു കാച്ചിക്കയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്നാ പറയാനുള്ളത് അച്ഛന്, നമ്മുടെ പ്രേക്ഷകരോടും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബക്കാരോടും? ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹമാണ് ക്രിസ്മസ് എന്നാണ് പറയുക. ദൈവം മനുഷ്യനായി അവതരിച്ചു, അതാണ് വിശ്വാസം. ഇപ്പൊ എവിടെയെല്ലാം സ്നേഹത്തിന്റെ പ്രവൃത്തിയുണ്ടോ അവിടെയെല്ലാം ക്രിസ്മസ് ഉണ്ട്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരസ്പരം സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തു പിറക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരൻസ് സമയം കണ്ടെത്തി കൂടെ ഇരിക്കുമ്പം ക്രിസ്തു പിറക്കും. പ്രായമായ കാരണവന്മാരെ ആദരവോടെ ശുശ്രൂഷിക്കുമ്പം അവിടെ ക്രിസ്തു പിറക്കും. അയൽബന്ധങ്ങളിൽ സൗഹൃദത്തോടെ സംസാരിക്കുമ്പം അവിടെയും ദൈവം പിറക്കും. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവം ജീവിതത്തിൽ പിറക്കുന്ന പ്രവൃത്തികളായി ക്രമീകരിക്കുമ്പം എന്നും ക്രിസ്മസ് ഉണ്ട്, എന്നും ആനന്ദമുണ്ട്, എന്നും ആഹ്ലാദമുണ്ട്. അങ്ങനെ ആയിരിക്കാൻ വേണ്ടി 2024 ക്രിസ്മസിൽ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഞാൻ അച്ഛന്റെ പേര് പറഞ്ഞപ്പോ ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്നാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഞാനിങ്ങനെ വണ്ടർ ചെയ്യാൻ എങ്ങനെ ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്നുള്ള പേര് വന്നേന്നുള്ളത്. എന്നുവെച്ചാൽ ചിലർക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്ക് അതൊരു കൗതുകത്തോടെ ഞാൻ ചോദിക്കാം, എന്താണ് ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്നുള്ള പേര് വന്നേ? അതൊരു നമ്മുടെ ഈ മരിച്ചുപോയ ക്രിസ്തോസ്റ്റൻ തിരുമേനി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ദമ്പതി സംഘമാണ്. പിതാവ് ഉദ്ഘാടനം, ഞാൻ പ്രസംഗം. അപ്പം പിതാവ് ചോദിച്ചു, കല്യാണം കഴിക്കാത്ത അച്ഛൻ എങ്ങനെ കല്യാണം കഴിച്ചവരോട് പ്രസംഗിക്കുന്നു? അപ്പം പിതാവ് ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഞാൻ കുനിഞ്ഞിരുന്നു. അപ്പം ചോദിച്ചു, കേൾക്കാൻ മേലെ കാപ്പിപ്പൊടി അച്ഛനോടാ ചോദിച്ചെന്ന്. ഒരു ഉടുപ്പിന്റെ നിറം വെച്ച് വിളിച്ചു. അതുപോലെ എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു. അവരത് അങ്ങ് വൈറലാക്കിയിട്ടു. പിന്നെ ആ പേരായി. പലപോലെ നമുക്ക് പല പല പേരാ. വഴിയാ പോകുമ്പോൾ ചിലവര് ഇതാ മറ്റേ അച്ഛനല്ലേ, ഓരോരോ പേര് പറയും. കാപ്പി എന്റെ സ്വന്തം പേര് പലർക്കും അറിയത്തില്ല. ഇങ്ങനത്തുള്ള പേരുകളാണ് പലരും എന്നെ വിളിക്കുന്നത്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് തമാശകൾ കിട്ടി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഒന്നും കൂടെ വൈബാക്കിയത് അച്ഛൻ വന്നതിന് ശേഷമാണ്. അപ്പൊ എന്തായാലും കാപ്പിപ്പൊടി അച്ചോ, ക്രിസ്മസ് നമുക്ക് കളറാക്കിയാലോ? ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ ഈ എപ്പിസോഡ് ഫുള്ള്. ശരി.
ഏത് നമ്മളാണ് ലിറ്റിൽ കോമഡി മാസ്റ്റേഴ്സ്. ഏത് ലിറ്റിൽ കോമഡി മാസ്റ്റേഴ്സ്? എടാ ഇങ്ങനെയാണോ ഒരു പരിപാടി? ഇതേ മാലാക കിടന്നുറങ്ങുന്നു, ക്രിസ്മസ് ഫാദറൊക്കെ കിടന്നുറങ്ങുന്നു. നിങ്ങൾ തന്നെ കാരണം അവരൊക്കെ ഉറങ്ങാൻ. ഞാനോ? എന്ത് കുറവാടാ നിങ്ങൾക്ക് ഇവിടെ വരുത്തിയത്? വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും നോക്കി തരത്തില്ലേ? ജ്യൂസിന് ജ്യൂസ്, 4 നേരം ഭക്ഷണം, സ്നാക്സിന് പോരാത്തന്നെ ഏതോ ഒരുത്തരം ബിസ്ക്കറ്റ് വേണമെന്ന് ബിസ്ക്കറ്റ് വരെ മേടിച്ചു കൊടുത്തില്ലേ? നിങ്ങൾ എന്തിനാ അതൊക്കെ കൊടുത്തത്? അതൊക്കെ കൊടുത്തതാണ് പ്രശ്നമായത്. നിങ്ങൾ അത് കൊടുക്കാതിരുന്നതെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയെങ്കിലും ഉണർന്നിരുന്നേനെ. ശരി, അത് വിടുങ്ങി ബാങ്ക് സെറ്റ് ഒന്ന് കിടിലായിട്ട് പ്ലേ ചെയ്താൽ ഇവരെ എണീക്കില്ല ഒച്ചയായിട്ട് അറ്റ്ലീസ്റ്റ്. ചിലപ്പോ ആയിരിക്കും. മക്കളൊന്ന് ഉഷാറായിട്ട് ഒന്ന് ഉഷാറായിട്ട്. ഇവരെ എണീക്കുന്നില്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനോ? ഉണർത്തണോ ഒന്ന്? ഞാൻ പറഞ്ഞില്ല ഉണരൂല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്ക് കാട്ടിനോടെ എല്ലാരും അറ്റൻഷൻ ആയിട്ട് ഇവിടെ ഒന്നിക്കും. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാ മതി. എല്ലാം കൂടെ വന്ന് നിന്നാണ്ട പറഞ്ഞു തീർന്നൂടെ ഇല്ല വാക്ക്. 3-4 അതെന്താണ് ഫ്രീ ഫയർ? ഫ്രീ ഫയർ ഗെയിം. ഓ അങ്ങനെ. ശരി. കണ്ട എല്ലാരും പോന്ന് നിൽക്കുന്നുണ്ടോ? ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ എണീക്കൂ. അതെ. ആരാ നമ്മൾ ഉണർത്തിയത്? ഞാനല്ലേ എലീന ചേച്ചി. എന്തിനാ ഞങ്ങൾ ഉണർത്തിയത്? നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് നിങ്ങളെ നല്ല പോലെ ഓർക്കണ ഒരാളല്ലേ ഈ മാലാകമാര്. അച്ഛാ ഒന്ന് പറഞ്ഞച്ചാ ഉണർത്തരുതെന്ന്. ഇവരെ ശരിക്കും ഉറങ്ങുകയാണെങ്കിൽ ഉണർത്തരുത്. ഉറങ്ങിക്കോട്ടെ, ശരിക്കും ഉറങ്ങി വിശ്രമിക്കും. ശരിയാവൂല അവർക്ക്. നിങ്ങൾ ഉണർന്നാലേ ഒരു ഉണർവുണ്ടാവുള്ളൂ. കണ്ടോ എല്ലാരും ഉറങ്ങിപ്പോയത്. അച്ഛോ മാലാഹ എന്റെ മോതിരം മോഷ്ടിക്കുന്നോന്ന് സംശയമുണ്ട് കേട്ടോ. അയ്യോ. അപ്പൊ നമുക്ക് ഈ സെലിബ്രേഷൻ അപ്പൊ സെലിബ്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും പാൽ കോഫി കുടിച്ചോണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും അതിനുള്ള പാലും മുന്നേരൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ട അപ്പൊ പാലും പഞ്ചാരി മാത്രം മതിയോ? കോഫി പൊടി ആരാ കൊണ്ടുവരിക? കാപ്പിപ്പൊടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കാപ്പിപ്പൊടി ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെ കാപ്പിപ്പൊടി അച്ഛനുണ്ടാവും പറഞ്ഞത്. സോറി, എന്താ വലുതായതുകൊണ്ട് ഇച്ചിരി അറിവില്ല. അതിന് ഈ കുഞ്ഞു കുട്ടിയെ ക്ഷമ ചെറിക്കണേ. സുഖം തന്നെയല്ലേ? അപ്പോ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞാൻ അപ്പോഴേ പറഞ്ഞു നിന്നെ ഡാൻസിന്റെ സമയമാകുമ്പോ നീ തുള്ളിയാ മതി. ഇപ്പോഴേ കിടന്ന് തുള്ളേന്തിന്? ഈ ഡാൻസ് കളിച്ചല്ല, ഉറുമ്പ് അടിച്ചതോ ചൊറിഞ്ഞതാ. ഞാൻ 2 കഷ്ണം കേക്ക് പോക്കറ്റിൽ എടുത്ത് വെച്ചായിരുന്നു, വീട്ടിൽ കൊണ്ടേ തിങ്ങാൻ വേണ്ടി. ഇനിയിപ്പോ ഏതായാലും ഉറുമ്പ് ഒന്നല്ല, ഇനിയിപ്പോ നിനക്ക് നീ വേണ്ടല്ലോ. അടിച്ച് കൊല്ലണ ഉറുമ്പിന്. ഇന്ന് ക്രിസ്മസ് ആയോണ്ട് ആരെയും നോവിക്കാൻ പാടില്ല. അവിടെ കടിയുള്ളൂ. അതാരടാ ബാക്കി താടി? അതാരെന്ന് മനസ്സിലായില്ല? ഇതാണ് ആട്ടിടയൻ. ഇല്ല, ഇത് ആട് ജീവിതത്തിലെ നജീബ്. അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ഗിഫ്റ്റ്. എനിക്ക് തന്നെ ഹാപ്പി ക്രിസ്മസ്. സീക്രട്ട് സാന്റ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ എന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്താ കാണിച്ചാ? തലവേദനയ്ക്കുള്ള അമൃതാഞ്ജനാണ്. അല്ല, നിങ്ങളൊക്കെ പറയല്ലേ ഞങ്ങൾ കുട്ടികൾ നിങ്ങൾക്കൊരു തലവേദനയാണെന്ന്. ഇനിയാണ് തലവേദന കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോരോ കുപ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതോ തലവേദന ശരിക്കും ഞങ്ങൾക്കല്ല, ഈ കുപ്പി വേറെ ആൾക്കാ കൊടുക്കേണ്ടത്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇല്ല, അനുജേട്ടന് കൊണ്ട കൊടുക്കണത്. അയ്യോ, അതൊന്നും അതൊരു വിഷയാക്കണ്ട. ഞാൻ 2 കുപ്പി അമൃതാഞ്ജനും 1 പാങ്കില്ലറും ഞാൻ നേരത്തെ സാറിന് കൊണ്ടുകൊടുക്കും. ഓൾറെഡി ഉണ്ട്. അല്ലല്ല, പിള്ളേര് നമുക്ക് തലവേദന, നമ്മള് പുള്ളിക്ക് തലവേദന. ഇവർക്കൊന്നല്ല വേണ്ട, നമ്മക്കാ വേണ്ട തലവേദന. കർത്താവിന്റെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി നമ്മുടെ കയ്യിലില്ല. കർത്താവിന്റെ എന്ത് വേഷം ചെയ്യാൻ കുട്ടി വേറൊരു പ്രോഗ്രാമിൽ കുറച്ച് പൈസ കിട്ടിയപ്പോഴേക്കും ആ പ്രോഗ്രാമിലേക്ക് അതേത് കുട്ടി? അതേതാ ദോണ്ടിരിക്കുന്ന കുട്ടി. കുട്ടിയാകിലോ?
പൈസ പിടിച്ചതാണ്. എടാ ഇതാ ഉണ്ണിയേശ പീലാത്തോസിന്റെ മുഖമുള്ളവരാ ഉണ്ണിയേശ നോക്കിയത്. എന്തിയാന്ന് പറഞ്ഞ ഭർത്താവിന്റെ വേഷം ചെയ്യാൻ വിശ്വാസമില്ലേ? എടാ കർത്താവിന്റെ വേഷമൊക്കെ ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യണം. അത് ഞാൻ ഇന്നേ വരെ ആ പരിപാടി ചെയ്തിട്ടില്ല. ഭയങ്കര നമ്മൾ വ്രതം എടുത്തൊക്കെ ചെയ്യുന്ന പോലെ അത്രയും നല്ല ആൾക്കാർ മാത്രമേ കർത്താവിന്റെ വേഷം ചെയ്യാവൂ. ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നു. തെളിവുണ്ട് തെളിവുണ്ട്. അവിടെ ഫോട്ടോ കിട്ടി. നമുക്ക് ഫോട്ടോ കാണിച്ചോട്. ഈശോ ഇതാ അതാ യേശായ. എന്ത് ധൈര്യമാണ് നിനക്കാകില്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട്? ഇങ്ങനെ കള്ളത്തരം പറയുന്നത്. അയ്യോ അഖിലേട്ടൻ മാത്രമല്ല നമ്മള് വേറൊരാളും തേച്ച്. ആരെന്ന് പറയണോ? ദോ ഇരിക്കണ നോബി അണ്ണൻ. നമ്മളെ ക്രിസ്മസ് ഉപ്പിന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്യില്ല. കൊള്ളം പറയില്ലേ? കഴിഞ്ഞ വർഷമേ ഒരു ക്ലബിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ട് ക്രിസ്മസ് ഉപ്പിന്റെ വേഷം. ഞാൻ കൃത്യത്തോപ്പനം ചെയ്യില്ല. വെഞ്ഞാറമൂട് ഓർമ്മയില്ലേ? ക്ലബില് നമ്മളെ അതിന്റെ ഫോട്ടോയും ഉണ്ട്. നോക്കട്ടെ. കാണിച്ചു കൊടുക്കാം. ആ ഫോട്ടോ എങ്ങനെ കാണിച്ചു അടിപൊളി. ഇത് ക്രിസ്മസിന് അടിച്ച് ഫിറ്റായി എടുത്ത ആരോ വീഡിയോ. കാര്യം ആ പുള്ളിയെ രണ്ടായിട്ട് കാണുന്നു. അങ്ങനെയെങ്കിലും എന്റെ ശരീരം ഒന്ന് അനങ്ങിയല്ലേ. ഫ്ലെക്സിബിൾ ആയി നോവിച്ചേട്ടൻ ആദ്യമായിട്ടാണ്. അല്ല നമ്മളെ ഈ നാടൻ പാട്ട് ടീമിലൊക്കെ ഉള്ള ആൾക്കാരാണേ. അതുകൊണ്ട് നമുക്കിന്ന് ഒരു ക്രിസ്മസ് കരോൾ പാട്ടങ്ങ് പാടിയാലോ? പിന്നെ അടിപൊളിയായിരിക്കും. 1 2 3 4. കേൾക്കണോ നമ്മുടെ ഉണ്ണേശു കൊഞ്ചി പറഞ്ഞ കഥ. യേശു കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ നമ്മുടെ ഉണ്ണേശു കൊഞ്ചി പറഞ്ഞ കഥ. യേശു കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പുൽക്കൂടും കണ്ട് സ്റ്റാറും കണ്ട് കേക്കിന്റെ പീസും കണ്ടേ. നമ്മള് കേക്കിന്റെ പീസും കണ്ടേ. കേൾക്കണോ നമ്മുടെ ഉണ്ണേശു കൊഞ്ചി പറഞ്ഞ കഥ. യേശു കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പൊളിയാ. അപ്പൊ ഇനി അടുത്ത നമ്മൾ ഒരു വെറൈറ്റി സാധനമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രിസ്മസ് ആയ ആരാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാര്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ ഒരു വെറൈറ്റി ഡാൻസ് ആണ്. അടിപൊളിയായിരിക്കും. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. പാവടാ. അല്ല ഇത് ഏറ്റവും മോനെ ലോക്കായി പോയി. അതല്ല ആ ഇടയ്ക്കുള്ള ക്രിസ്മസ് അപ്പം ഇല്ലേ ആ ലക്കിയുടെ ഡൈവടി. നമുക്ക് ഒന്നുകൂടെ ഡൈവ് അടിക്കാം. നീ ഒരു ഡൈവ് അടിച്ച് കാണിച്ചു പറ. അപ്പം നമ്മുടെ അശ്വത്ത് ഡൈവ് അടിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്നിട്ടില്ലേ ഇല്ലേ? കൊട്ടടാ 1 2 3 സ്റ്റാർട്ട്. അച്ഛോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? അടിപൊളി. അതല്ലെങ്കിലും അടിപൊളിയാ. അതെ നമ്മളെ കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെ വെറുതെ അടിപൊളിയാണ്. അടിപൊളി. അച്ഛൻ ഹാപ്പിയായി. ഇനി അവര് ഹാപ്പിയായി. നമ്മളെല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.
എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ അടിച്ചപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. ആ അച്ഛൻ ചിരിച്ചേ, അതാണ് വേണ്ടത്. എന്നെ മനസ്സിലായോ? അച്ഛന് മനസ്സിലായോ? മൈക്കെടുത്ത് ഞാൻ LED ലൈറ്റ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റായിട്ട് ഡാൻസ് കളിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ട ആവേശം മൂത്ത് ഞാൻ ഓവറായിട്ട് കളിച്ചു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്റെ എല്ലാ ലൈറ്റും കത്തുന്നുണ്ടോ? ഓ കത്തുണ്ട്. അതെ, എന്റെ ഏതെങ്കിലും ഒരു ചെറിയ ലൈറ്റ് കത്താതിരുന്നു കഴിഞ്ഞാല് പിന്നെ എന്നെ ചുരുട്ടിക്കുട്ടി പെട്ടിക്കാത്തതുകൊണ്ട് പിന്നെ ഇടിയപ്പത്തിന്റെ കുരു കഴിച്ചെടുക്കുന്ന പോലെ വേണം എന്റെ ഈ കുരു കഴിച്ചെടുക്കാൻ. അതാ എന്റെ അവസ്ഥ. അച്ഛാ, നമ്മുടെ സ്റ്റാറിങ് വന്നായിരുന്നോ? വന്നില്ലല്ലോ. വന്നില്ലല്ലേ? ഇല്ല. അവൻ ഭയങ്കര ജാടയാ. അവൻ ഇച്ചിരി ജാട കൂടുതലാണ്. അവനെ ഇങ്ങ് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഞാൻ 2 എണ്ണം പറയുന്നുണ്ട്. അച്ഛൻ നോക്കിക്കോ. അടിപൊളി. എടാ, ഇങ്ങനെ എല്ലാരെയും ടാറ്റ കാണിക്കാനായിട്ട് നീ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, നീ വെറും സ്റ്റാറാ. എടാ, സ്റ്റാറിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്ക് പോകാനുള്ള ദൂരം വിദൂരമല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്റെ മാസമാണ്, ഡിസംബർ. ഡിസംബർ സ്റ്റാർ. ജസ്റ്റ് ഡിസംബർ ഡാറ്റേ. ഇവനെ ഡിസംബർ മാത്രം ഇവനെ കൊണ്ടുപോയി നടന്നിട്ട് കാര്യമുള്ളൂ. ബാക്കി സമയം പെട്ടിക്കകത്ത് അടച്ചു പൂട്ടി വെക്കും. അത് കഴിഞ്ഞ് ഒരു 11 മാസം ഇവന് ജയിൽ ജീവിതം. അതിന്റെ അടുത്ത ക്രിസ്മസിന് പെട്ട് തുറക്കുമ്പോ ചെതലരിച്ചിട്ടുണ്ട്, ഇവന്റെ ജീവൻ പോയി. അതാണ് ഇവന്റെ അവസ്ഥ. മിന്നിക്കത്തി, ഒരു കാര്യം നിന്നോട് പറയാം. അതായത് സിനിമാ താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചാണ് സ്റ്റാർ ആയത്. അതെ, ഞാൻ പിറന്നതേ സ്റ്റാറാണ്. ഇവൻ പിറന്നത് സാർ, ഇവന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. എന്റെ ശ്വേതാമ്മൻ ഇവന് ഭയങ്കര ജാടയാണ്. ഇവൻ എവിടെ ഇരിക്കുന്നു? അങ്ങ് മേളിലാണ്, ഉയരങ്ങളിൽ ഇരിക്കുക. ആ ഉയരങ്ങളിൽ ഇരുന്ന് താഴോട്ട് നോക്കുന്ന മറ്റുള്ളവരുടെ എല്ലാ കാഴ്ചകളും കാണുന്നതിന്റെ ഒരു അഹങ്കാരവും ജാടയും നിനക്കുണ്ട്. പറഞ്ഞിട്ട് എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല. മേളിലോട്ടൊന്ന് താഴോട്ട് നോക്കണം, ഉയരെടുക്കും. കാല് പറക്ക് അറിയാവോ? അതും അരഞ്ഞാണ വള്ളി പോലെ ഒരു വള്ളിയിലായി മണ്ട കെട്ടിത്തൂക്കിട്ട് അടിഞ്ഞാറുന്ന അങ്ങനെ ഒരു കാറ്റ് വരുമോ അന്ത്രാളപ്പെട്ടാ ഞാൻ അവിടെ കിടക്കുന്നത്. കാറ്റങ്ങനെ വന്നാൽ ഞാൻ അങ്ങോട്ടാടി ഇങ്ങോട്ടാടി. എന്റെ പോലെ അതെല്ലാം പോട്ട് സഹിക്കാം. ചില മനുഷ്യർ വീട്ടിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നെ അഴിക്കുക. ഉള്ള മഴയും കൊണ്ട് വെയിലും കൊണ്ട് മഞ്ഞും കൊണ്ട് കളറും ഏതാണെന്ന് അറിയാൻ പോയാതെ ഇങ്ങനെ നിൽക്കും. കുറച്ച് ഉറുമ്പ് ടീംസ് വന്ന് എന്റെ നെഞ്ചത്തങ്ങ് കൂട് വെക്കും. എവിടെയൊക്കെ കടിക്കുമെന്നറിയാം. അപ്പോഴാണ് ഞാൻ എന്റെ എണ്ണം എടുക്കുന്നത്. എന്തെണ്ണം? എടാ, നക്ഷത്രക്കാല എണ്ണോന്ന്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനും ഷാജോൻ ചേട്ടനൊക്കെ ഒരേ റേഞ്ചാ. റേഞ്ചോ? ഓ, അത് വേറെ റേയാടാ. അങ്ങനെയല്ല, എത്ര സൂപ്പർ സ്റ്റാർ ആയാലും ആ കാണുമ്പോൾ ഒരു ചിരി, ആ വിനയം, ആ സ്നേഹം, ആ ഒരു സമ്മതിക്കണം കേട്ടാ. ഒരു കാര്യം, പുള്ളി ഇപ്പം സ്റ്റാർ റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുള്ളൂ. അത് എന്നാന്ന് മനസ്സിലായില്ലല്ലോ. പോലീസ് വേഷങ്ങളല്ലേ ചെയ്യുന്നത്. ഇവിടെ 3 സ്റ്റാർ, ഇവിടെ 3 സ്റ്റാർ. പോലീസ് വേഷം ചെയ്ത് സ്റ്റാർ എടുത്ത് നിൽക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, ഈ ക്രിസ്മസിന് ചേട്ടനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വരുന്ന ആരാ നോക്കി? ബലൂണല്ലേടാ, പിടിച്ചോളാം പിടിച്ചോളാം. എല്ലാ ദിവസവും കാറ്റടിക്കോളം പറഞ്ഞു. പറന്നങ്ങ് പോവാ. ഇനി എത്ര പക്ക അടിച്ചിട്ട് വന്നേ? ആരും തൊടരുത്. Don't touch. Don't touch. Don't touch. എന്തോ വർത്തമാനം. നീ പറഞ്ഞ വല്ല മരത്തിൽ അടിച്ച് പൊട്ടിപ്പോണ്ടെന്ന് കരുതി ഞങ്ങളല്ലേ പിടിച്ചു നിർത്തിയത്. ഒന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് കുത്തിപ്പൊട്ടിക്കാനല്ലേ? അത് വേണ്ട. ഈ മുള്ള് വന്ന് ബലൂണിൽ വീണാലും ബലൂൺ ചെന്ന് മുള്ളിൽ വീണാലേ പൊട്ടി പോകുന്നത് ഈ ബലൂണാ. പൊട്ടിപ്പെണ്ണ്. ഞാനേ വീർപ്പ് മുട്ടി അല്ലെങ്കിലാ ജീവിക്കുന്നേ. നിങ്ങൾക്കറിയോ, ഇങ്ങോട്ട് വരുമ്പോഴേ ആ കുട്ടിയാകില്ലേ എന്നെ വല്ലാത്തൊരു നോട്ടം. എടി പെണ്ണെ, നീ നിർത്തിക്കോ. ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഊതി വീർപ്പിച്ച് പെരിപ്പിച്ച് വലിയതാക്കുന്ന നിന്റെ ഈ പരിപാടി ഇന്ന് നിർത്തിക്കോണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലേ. പൊട്ടിപ്പെണ്ണ എന്നതാ? ശരിയാ, ഞാൻ പൊട്ടിയാ. ഞാനേ പൊട്ടിയുള്ളൂ. ഞാൻ മാത്രമേ പൊട്ടിയുള്ളൂ. വെറുതെ ഊതി വീർപ്പിച്ച് കുത്തി പൊട്ടിക്കാനുള്ള ഒരു പാഴ് ജന്മം. എന്റെ കർത്താവേ. അല്ല, ഒന്നുമില്ല. സ്റ്റാറെ, അവള് പറയുന്നതിന്റെ അകത്ത് കാര്യമുണ്ട്. ഇവളെ വീർപ്പിച്ച് പൊട്ടി അതിന്റെ അവശിഷ്ടം നിലത്ത് കിടക്കുമ്പോ
വേട്ടവളിയന്മാരായി പിള്ളേർ വന്നെങ്കിലും എടുത്തിട്ട് ആ ബലൂൺ വായി വെച്ച് വീഴ്ച ഇങ്ങനെ എനിക്ക് ഇഷ്ടല്ല. എന്തിനിങ്ങനെ ഇഷ്ടമില്ല നടി, നിസ്സാര ജീവിതമുള്ളൂ നമ്മുടെ. ആ ഉള്ള ജീവിതം നല്ല എൻജോയ്, ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ തിളങ്ങി നിൽക്കണം. താൻ പോടോ ഓന്തേ. ഓന്തോ? പിന്നെ നിന്ന നിപ്പില് നിറം മാറുന്ന തന്നെ ഓന്തേന്നല്ലേ വിളിക്കണ്ടേ? മാലബൾബേന്ന് വിളിച്ചാൽ മതി. എനിക്കൊരു കാര്യമുണ്ട്. ഈ മിന്നിക്കത്തി കിടന്ന നിനക്കാരുടെ സീരിയൽ ബൾബ് എന്ന് പേരിട്ടത്? അത് ഭയങ്കര കഥയാടാ. എന്നെ അറിയപ്പെടുന്ന മാലബൾബ് എന്നാണല്ലോ. എന്നെ ഒരു സീരിയൽ ടീം എന്നെ വിളിച്ചിട്ട് അവരുടെ കല്യാണത്തിന് സെറ്റ് ഇടാൻ വേണ്ടി 3 വർഷം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിർത്തും. അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും എന്നെ സീരിയൽ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യാനെന്ന് ആലോചിച്ച് നോക്കണം. സത്യത്തിൽ ഞാൻ ഇതുപോലെ ക്രിസ്മസ് ട്രീയിലായിരുന്നു ഇങ്ങനെ അലങ്കരിച്ച് കിടന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ എന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വരെ വിളിക്കുവാ. എടാ സന്തോഷിക്കടാ, സന്തോഷിക്കുക. എന്ത് സന്തോഷിക്കാൻ? എടാ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനാണ്? അത് നമ്മുടെ സന്തോഷം, ഉണ്ണീശോ പറഞ്ഞതിന്റെ ആണല്ലോ. അതെ. അപ്പൊ ലോകത്തുള്ള എല്ലാ ഉണ്ണികൾ പിറക്കുമ്പോഴും ബർത്ത്ഡേക്ക് നിനക്ക് മിന്നിക്കത്താലോ. സന്തോഷിക്കടാ, സന്തോഷിക്ക്. അപ്പൊ നിങ്ങൾ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ആണെങ്കിൽ ചില കല്യാണ വീട്ടിൽ ഇങ്ങനെ ആർച്ചാക്കി വളച്ചു പിടിച്ചങ്ങ് നിൽക്കും. നടുവൊടിയാന്ന് നിന്ന് എന്നൊക്കെ പറഞ്ഞാലും നടു ഒടിഞ്ഞ് നിക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതെ. കാണാൻ കൊള്ളാവുന്ന ഒരാള് വരുന്നു. ആ അവള് പിണങ്ങി നിക്ക. എന്തിന്? അതെനിക്കറിയാൻ പാടില്ല. വരുമ്പോ നമുക്ക് നേരിട്ട് ചോദിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ആശംസയല്ല ഇവിടെ പറയണ്ടേ, എല്ലാവർക്കും ഒരു നമസ്കാരമല്ലേ ഇവിടെ പറയേണ്ടത്. അതിനെ ഞാൻ ക്രിസ്മസ് കാർഡാ, അതുകൊണ്ടാ ക്രിസ്മസ് ആശംസകൾ പറയാം. നമസ്കാരം പറയാൻ ഞാൻ നമസ്കാര കാർഡൊന്നല്ലല്ലോ. എടി നീ എന്താ ഇങ്ങനെ പിണങ്ങി നിക്കുന്നേ? അതൊന്ന് പറയേ. പണ്ടത്തെ പോലെ എന്നെ ഒരു ഡിമാൻഡും ഇല്ല. എല്ലാവർക്കും മൊബൈൽ മതിയല്ലോ, അതിലൂടെയല്ലേ ആശംസകൾ അറിയിക്കുന്നേ. അല്ലേ നോബിച്ചേട്ടാ? അതെന്താ നീ നോബിച്ചേട്ടനോട് പറഞ്ഞേ? ഞങ്ങളെ ഒരേ പ്രായക്കാരാ, അപ്പാ വൈബ് കിട്ടും. നിങ്ങൾക്കറിയോ, പണ്ടൊക്കെ എന്നെ തുറക്കുമ്പോ തന്നെ അതിൽ നിന്നും പൂ വരുമായിരുന്നു, ടെഡി ബിയർ വരുമായിരുന്നു. പിന്നെ പ്രേമിക്കുന്നവര് തമ്മില് ഈ കാർഡ് തുറക്കുമ്പോഴേ 2 അരയന്നങ്ങൾ വന്ന് ഇങ്ങനെ കൊക്കുരുമായിരുന്നു. പിന്നെ മ്യൂസിക്കും വരുമായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ATM കാർഡും ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും അതൊക്കെ മതിയല്ലോ. ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ. അത് പിന്നെ ഈ ഫോണൊക്കെ വന്നോണ്ടാന്നേ. പക്ഷെ നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ഇനി ഇന്നത്തെ ക്രിസ്മസ് അല്ല, ഇനിയുള്ള എല്ലാ ക്രിസ്മസുകളിലും ഞാനായിരിക്കും സ്റ്റാർ. ഇവൻ സ്റ്റാർ ആയിക്കോട്ടെ, ഈ ചുറ്റും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സ്റ്റാർ ഞാനാണ്. എടാ നമ്മൾ ഉണ്ണിയേശു പിറന്നതിന്റെ പേരിലല്ലേ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? അതെ. ഉണ്ണിയേശു പിറന്നപ്പോൾ ബലൂൺ ഉണ്ടായിരുന്നോ? ഇല്ല. ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടായിരുന്നോ? മിന്നിക്കത്തി ഉണ്ടായിരുന്നോ? മിന്നിക്കത്തിയല്ലേ കാണുന്നീ? എടാ അന്നുണ്ടായിരുന്നോന്ന്. പക്ഷേ ആകാശത്ത് ഞാനുണ്ടായിരുന്നു സ്റ്റാർ ആയിട്ട്. ഞാനാണ് ക്രിസ്മസ് സ്റ്റാർ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ എന്നെയാ. അതുകൊണ്ട് ഞാനാണ് ക്രിസ്മസിന്റെ പ്രതീകം. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് തല്ലി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോഴും എല്ലാവർക്കും എന്നെയാ. ഞാനപ്പൊ സുന്ദരി. ഞാനാണ് സ്റ്റാർ. ഇതൊരു തീരുമാനം ഉണ്ടാക്കണം. ക്രിസ്മസ് ആവുമ്പോ ഞാനാണ് സ്റ്റാർ. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വേണ്ട. നമുക്ക് അച്ഛനോട് ചോദിക്കാം, ഈ ക്രിസ്മസിൽ ആരാണ് സ്റ്റാർ എന്ന്. അച്ഛാ സത്യം പറ, LED അല്ലേ സ്റ്റാർ? ഇങ്ങ് വാ. അച്ഛാ അച്ഛാ എന്റെ പേര് പറ. നാട്ടിന്റെ പേര് പറയാ. നിങ്ങള് 4 പേരും വേണ്ടപ്പെട്ടവരാണ്. പ്രകാശം പരത്തുന്നയാള് പഠിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പ്രകാശം പരത്തി പരത്തി കടന്നു പോകണം. അതാണ് ഈ നല്ല പ്രകാശം പഠിപ്പിക്കുക. ക്രിസ്മസ് കാർഡ് പഠിപ്പിക്കുന്നു. നമ്മൾ ആരെയും മറക്കരുത്, ഓർക്കണം. വർഷത്തിലൊരിക്കൽ പ്രിയപ്പെട്ടവരെ ഓർക്കാൻ വേണ്ടിയായിരുന്നു ക്രിസ്മസ് കാർഡ്. നക്ഷത്രം പറയുന്നു ജീവിതത്തിൽ എന്നും വഴികാട്ടിയായിരിക്കുക. ആദ്യ നക്ഷത്രം ജ്ഞാനികൾക്ക് വഴി കാണിച്ചു. അതുപോലെ ഇവിടെ ഒരു ഭർത്താവ് പറഞ്ഞു, ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ വ്യത്യാസം. എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണിച്ചു. ഇതാണ് ചന്ദ്രൻ, ഇതാണ് സൂര്യൻ. പക്ഷെ എൻ്റെ ഭാര്യ എന്നെ കൂടെ നക്ഷത്രം എണ്ണിപ്പിച്ചു. ഇതാണ് വ്യത്യാസം. അപ്പം നല്ല നക്ഷത്രമായിട്ട് വഴി കാണിക്കുക. ബലൂൺ ആഹ്ലാദത്തിൻ്റെ ഒരു സിമ്പലാണ്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഏത് ആഘോഷത്തിലും ബലൂൺ കാണുമ്പം ഒരു സന്തോഷം.
നിങ്ങൾ 4 കൂടുമ്പോൾ ക്രിസ്മസ് സന്തോഷം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സഹകരണമാണ്. മറിയം, യോസേപ്പ്, കാള, ആട്, എടയൻ, മാലാഖ എല്ലാം കൂടിയപ്പോൾ സഹകരണത്തിൽ ക്രിസ്മസ്. ബലൂണും നക്ഷത്രവും ക്രിസ്മസ് കാർഡും പ്രകാശം കൂടുമ്പം വീണ്ടും ഒരു ക്രിസ്മസ്. ഒരുമിച്ച് നമുക്ക് ആനന്ദിക്കാം. ഹല്ലേലൂയ പാടാം. അപ്പൊ എങ്ങനെയാ? ഹാപ്പി ക്രിസ്മസ്! താങ്ക് യു ക്രിസ്മസ് കാർഡ്, താങ്ക് യു സ്റ്റാർ, താങ്ക് യു ബലൂൺ. ലൈറ്റിലാണ് ഒരു ജീവിതമില്ല കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഇനി എല്ലാരും ക്രിസ്മസ് ട്രീയിലേക്ക് കയറിക്കോ, എല്ലാരും ക്രിസ്മസ് ട്രീയിലേക്ക് കയറിക്കോ. ഞങ്ങളൊരു ബ്രേക്ക് എടുക്കട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത്ര വരെ കിടിലല്ലായിരുന്നു. അപ്പൊ എന്തായാലും അച്ഛോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ ചിലപ്പോ നമ്മൾ മസിലൊക്കെ പിടിച്ചിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നോ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം? അടിപൊളി, അതിസുന്ദരം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛോ ഇവിടെ 3 കാര്യങ്ങളും നടക്കും. ഒന്ന്, നമ്മുടെ ഈ ക്രിസ്മസിന്റെ ഈ സെറ്റപ്പ് ഇങ്ങനെ ഭയങ്കര കിടിലായിട്ട് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഷാജൻ ചേട്ടൻ എല്ലാ ക്രിസ്മസിനും കോമഡിയിലുള്ള ഒരു വ്യക്തിയാണ് ഷാജൻ ചേട്ടൻ. അപ്പൊ 3ാമത് എന്താണെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. എല്ലാ ക്രിസ്മസിനും നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായ 3ാമത്തെ ആളെയും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മറ്റാരുമല്ല, നമ്മുടെ മനോജ് സ്വാമി ചേട്ടൻ പെർഫോമൻസ്. അതുകൊണ്ട് ഉണ്ടെങ്കിലേ ക്രിസ്മസ് കളർ ആവുള്ളൂ. ഇവര് 3 നേരം നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും വിളിക്കാം മനോജ് ചേട്ടാ, കം ഓൺ. Oh, so beautiful. Very beautiful. Aha. Hey. 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 Hey.